കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഞാൻ പെരിങ്ങോട് ശങ്കരനാരായണൻ. പുതുവർഷ ഫലമാണ് പറയാൻ പോകുന്നത്. 2025 ഇംഗ്ലീഷ് വർഷം 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2025 ഡിസംബർ മാസം 31 കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം ഫലങ്ങളാണ്. ജ്യോതിഷ ഫലം, അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് ഒരു അറുതി വരാൻ വേണ്ടി, ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ തൽശാന്തിരൗഷധ ജപഹോമാർച്ചനാദിപി എന്നൊരു പ്രമാണമുണ്ട്. പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ടത്ത് പൂർവികമായിട്ടും ചില ജന്മങ്ങളുണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ്. ആ ജന്മത്തെ അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതുമുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചൊല്ലിയത്. ജന്മാന്തരകൃതം പാപം, അതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനവധി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജായത്, അതൊരു വ്യാധി രൂപത്തിൽ രോഗമയോ മനസ്സമാധാനം ഇല്ലാത്ത കഥയിലൊക്കെയായിട്ടാണ് ഇത് വരിക. തൽശാന്തി, അത് ഉണ്ടാച്ചിരുന്നാൽ മതിയോ, പോരാ. തൽശാന്തി ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനെന്ത് വേണം? ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക. രോഗമെന്ന് ധ്യാനം, ഔഷധം ധ്യാനം, ജപം, ഹോമം, അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളുണ്ടെങ്കിൽ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം. ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോതിഷത്തിലെ കൂടിയൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയാവുന്നതാണ്. ചിത്തിര നക്ഷത്രം കന്നിക്കൂറിലും തുലാക്കൂറിലുമായി വരുന്നുണ്ട്. ഏത് കൂറിലായാലും വലിയ കുഴപ്പങ്ങൾ സംഭവിക്കാനിടയില്ല. വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളും ബുദ്ധി സാമർഥ്യവും വെളിപ്പെടുത്തുവാനുള്ള അവസരമാണ്. ഇലക്ട്രിക്, ഇലക്ട്രോണിക്സ്, കെമിക്കൽ എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ജോലി സാധ്യത വളരെയാണ്. ചാരവശാൽ അനിഷ്ടസ്ഥാനങ്ങളിൽ ശനി നിൽക്കുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾ തലപൊക്കും. കടബാധ്യതകൾ കൂടിക്കൂടി വരും. വഞ്ചനയ്ക്ക് പാത്രമാകും. അപവാദം, മരണതുല്യ ദുഃഖം, ശസ്ത്രക്രിയ എന്നിവയ്ക്കും ലക്ഷണമുണ്ട്. ശനി ചാരവശാൽ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ അപകടം, മേലുദ്യോഗസ്ഥന്മാരുടെ നീരസം, കൃത്യനിഷ്ഠ വിലാപം, വിമർശനങ്ങൾക്ക് പാത്രമാകൽ, സ്ഥാനചലനം സംഭവിക്കൽ, അതിനൊക്കെ സാധ്യത ഏറെയാണ്. പഞ്ചവത്സര ശനിക്കാലം മോശം തന്നെയാണ്. അത് കഴിഞ്ഞു വരുന്ന സമയം നല്ലതായിരിക്കും. കലാകാരനോ എഴുത്തുകാരനോ എങ്കിൽ കഴിവ് തെളിയിച്ച് മുന്നിലെത്താൻ കഴിയും. മുഖം നോക്കാതെ അഭിപ്രായം പറയുന്നത് കൊണ്ട് ചിലപ്പോൾ ശക്തരായ ശത്രുക്കളുണ്ടാവാൻ സാധ്യത ഏറെയാണ്. ഏതു കാര്യവും ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ടതാകും. അമ്മയുടെ പൂർവിക സ്വത്ത് വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട്. ചില സ്ത്രീകൾക്ക് പുത്രഭാഗ്യം, അതായത് സന്താനഭാഗ്യം പ്രതീക്ഷിക്കാം. അത്ര പരിചയമില്ലാത്ത വ്യക്തികളിൽ വിശ്വാസം അർപ്പിക്കേണ്ട കാര്യങ്ങളിൽ സൂക്ഷ്മത വേണ്ടതാണ്. ദഹനേന്ദ്രിയം, ആമാശയം എന്നീ അവയവങ്ങളിൽ രോഗങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതാകുന്നു. കൂടുതലായി അധികാരം കാണിക്കുമ്പോൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. എടുത്തുചാട്ടം ചെയ്യാതെ ക്ഷമയോടെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. സ്വന്തം ബന്ധുക്കളായിട്ടുണ്ടായിരുന്ന വഴക്കുകളും മാറി സന്തോഷവും സമാധാനവും ഉണ്ടാവും. വളരെ ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. എടുത്തു ചാടാതെ ക്ഷമയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് മനസ്സിലുറപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഈശ്വരാധീനം ഏതു സമയത്തും ഉണ്ടാകും. പാചകകലകളിൽ ശോഭിക്കാവുന്നതാകുന്നു. പ്രമാണങ്ങളിൽ എഴുതുകയും
അതും ചെയ്യാവുന്നതാണ്. കുടുംബത്തിൽ അനാവശ്യമായ വഴക്ക്, അപകീർത്തി, സൗഹൃദം, സ്വന്തം ശ്രമം കൊണ്ട് പുതിയ തൊഴിൽ ലഭിക്കൽ, ബന്ധുജനപ്രീതി, രോഗാധിക്യം ഹേതുവായി ആശുപത്രിവാസം, സ്ഥാനഭ്രംശം, ഭൂമി നഷ്ടം, യാത്രാക്ലേശം, ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥത, സ്ഥാനഭ്രംശം, നടക്കുമെന്ന് വിചാരിച്ച കാര്യം നടക്കാതെ പോകൽ, പലർക്കും അതിഥി സൽക്കാരം നടത്തൽ, വാഹന ലബ്ധി, സ്വർണ്ണാഭരണ ലബ്ധി, വിദേശയാത്ര നീട്ടിവെക്കൽ, വിലപ്പെട്ട ആധാരങ്ങളിൽ ഒപ്പുവെക്കൽ, രോഗാധിക്യം ഹേതുവായിട്ട് വീണ്ടും ആശുപത്രിവാസം, തിരഞ്ഞെടുപ്പിൽ അബോധപൂർവമായ വിജയം, ഉന്നത സ്ഥാനപ്രാപ്തി, ഭാഗ്യക്കുറി ലഭിക്കൽ, ഇണയുമായി കൂടുതൽ സൗഹൃദം എന്നിവയ്ക്കും ലക്ഷണം കാണുന്നുണ്ട്. ലഹരി പദാർത്ഥങ്ങളോട് വൈമിക്യം, സുഖചികിത്സ, സൗന്ദര്യ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കൽ, നല്ല സുഹൃത്തുക്കളുടെ അകാല വിയോഗം, തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം കരസ്ഥമാക്കാൻ കഴിയൽ, ശത്രുക്കളെ പരാജയപ്പെടുത്തൽ, മൃഷ്ടാന്ന ഭോജനം, പ്രഗത്ഭരുടെ വിരുന്നു സൽക്കാരങ്ങളിൽ സസന്തോഷം പങ്കെടുക്കൽ, യോഗ പരിശീലനം, നീന്തൽ പരിശീലനം, അഗ്നി, ആയുധം, വൈദ്യുതി, വാഹനം, വാതകം, രാസപദാർത്ഥങ്ങൾ, യന്ത്രങ്ങൾ എന്നിവയിൽ നിന്ന് അപകട സാധ്യത, പുണ്യദേവാലയ സന്ദർശനം, കഴിവിനനുസരിച്ച് വഴിപാടുകൾ നടത്തൽ എന്നിവ ഫലമാകുന്നു. ദോഷപരിഹാരങ്ങൾ: ധർമ്മദൈവപ്രീതി, സുബ്രഹ്മണ്യ സ്വാമിക്ക് വെള്ളിവേൽ സമർപ്പണം, പാലഭിഷേകം, പനിനീരഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, കാവടിയെടുത്ത് സുബ്രഹ്മണ്യ സ്വാമി വിഗ്രഹത്തിൻ്റെ ചുറ്റുമായി 7 പ്രദക്ഷിണം ചെയ്യൽ, കറുപ്പൻ സ്വാമിക്ക് കരിക്ക് കൊണ്ട് 4 പ്രാവശ്യം അഭിഷേകം, ദക്ഷിണാമൂർത്തിക്ക് നെയ്വിളക്ക്, ശിവന് ധാര, പിൻവിളക്ക്, 2 ഇളനീര് കൊണ്ട് അഭിഷേകം, കൂവളമാല ചാർത്തൽ, ഗണപതിക്ക് ഉണ്ണിയപ്പം നിവേദ്യം, ഗണപതി ഹോമം, നെയ്വിളക്ക്, 21 ഏത്തമിടൽ, വേട്ടയക്കര സ്വാമിക്ക് നെയ്വിളക്ക്, ഹനുമാന് വെറ്റിലമാല ചാർത്തൽ, സർപ്പങ്ങൾക്ക് ആയില്യപൂജ, ശ്രീകൃഷ്ണ ഭഗവാന് പ്രിയങ്കരമായ വസ്തുക്കളെ കൊണ്ട് തുലാഭാരം, ശനിയാഴ്ച വ്രതാനുഷ്ഠാനം, നീലവസ്ത്രധാരണം, വിഷ്ണു സഹസ്രനാമം, വിഷ്ണു ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം നടത്തൽ, നവഗ്രഹ പൂജ, ശാസ്താവിന് നീരാജനം, ഗണപതി ഹോമം, ദേവീക്ഷേത്രത്തിൽ പട്ടുപാവാട ചാർത്തൽ, ഭദ്രകാളിക്ക് കുരുമുളക് മഞ്ഞൾ ദ്രവ്യം ചുവന്ന പട്ട് ചാർത്തൽ, കതിനവടി വഴിപാട്, ശത്രുസംഹാരവടി, വാളും ചെലമ്പ് എടുത്തു വയ്ക്കൽ, ദേവി ഭാഗവത പാരായണം എന്നിവയുമാകുന്നു. ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ. പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന ഫലങ്ങളെന്ന് അറിഞ്ഞാൽ പോരാ, അതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ്. നന്നായിട്ട് ഈശ്വരഭജനം ചെയ്യുക, ആ കാര്യങ്ങളെല്ലാം നടത്തുക. അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത്. പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ്. കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ, പരിഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ സൽഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല. അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും എന്നുള്ള കാര്യം സംശയാധീനമാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്.